ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്രൈറ്റർ സൈഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എ സി വാങ്ങാൻ പോകുന്ന ഏവരെയും കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇൻവെർട്ടർ എ സിയും അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടർ എ സിയും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഇൻവെർട്ടർ എ സിൻ്റെയും അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടർ എ സിൻ്റെയും പ്രത്യേകത എന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് സാധാരണ ഒരു നോർമൽ എ സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നോർമൽ എ സി ആണ്. നമുക്ക് രണ്ടാമത് ഇൻവെർട്ടർ എ സിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഒരു നോർമൽ എ സി നമ്മൾ ഓൺ ചെയ്യുന്നു. എന്നിട്ട് എന്താ ഒരു റെഫറൻസ് ടെമ്പറേച്ചറായിട്ട് നമ്മളൊരു 24 ഡിഗ്രി അല്ലെങ്കിൽ 23 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. 23 എന്ന് വയ്ക്കുക. റൂം ടെമ്പറേച്ചർ ഒരു 30 അല്ലെങ്കിൽ 35 ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു 23 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ റൂമിൻ്റെ ടെമ്പറേച്ചർ, അതായത് എ സി ഓൺ ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മുടെ എ സിയിൽ നിന്ന് തണുപ്പ് വരുന്നു, അങ്ങനെ റൂം ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത്, അപ്പോൾ നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഔട്ട്ഡോർ യൂണിറ്റിലെ കംപ്രസർ ഓഫ് ആകുന്നു. പിന്നീട് എ സിയുടെ ഫാൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എ സിയിൽ നിന്നും തണുപ്പ് വരില്ല. അങ്ങനെ എ സിയിൽ നിന്ന് തണുപ്പ് വരാതെ ക്രമേണ റൂം ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നു. അപ്പോൾ വീണ്ടും എപ്പോഴാണോ അത് തിരിച്ച് 24 അല്ലെങ്കിൽ 23 ഡിഗ്രി സെൽഷ്യസ് ക്രോസ് ചെയ്യുന്നത്, അപ്പോൾ വീണ്ടും നമ്മുടെ കംപ്രസർ ഓൺ ആകുന്നു. എ സി വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങുന്നു, അതിൽ നിന്ന് തണുപ്പ് കിട്ടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തണുപ്പ് പുറത്തു വരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ തവണയും കംപ്രസർ ഓഫാകുകയും ഓണാകുകയും ചെയ്യുന്നു. ഇത് ഒരുപാട് ഇലക്ട്രിസിറ്റി ചിലവാകാൻ കാരണമാകുന്നു. ഒരു 5 സ്റ്റാർ എ സി ആണെങ്കിൽ 950 1050 വാട്ട് വരെ വേണ്ടി വരും നമ്മുടെ കംപ്രസർ ഫങ്ഷൻ ചെയ്യാനായിട്ട്. കൂടാതെ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം സൗണ്ടും കാണും. കാരണം നമുക്കറിയാം കംപ്രസറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാധാരണ അല്ലെങ്കിൽ നോർമൽ എ സി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടർ എ സിയിലോട്ട് വരാം. അപ്പോൾ ഇൻവെർട്ടർ എ സിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്, നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു. അതായത് ഇതിൻ്റെ RPM കൂടുതലാണ്, കംപ്രസറിൻ്റെ RPM കൂടുതലാണ്, അതുപോലെ ഇതിൻ്റെ ഫാസ്റ്റർ കൂളിങ്ങുമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്നത് റൂമിലെ ടെമ്പറേച്ചർ കുറയുന്നു. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച 24 ഡിഗ്രി സെൽഷ്യസ് എന്ന റെഫറൻസ് വോൾട്ടേജിലേക്ക് എത്തുന്നു. അതിനുശേഷം എത്ര തവണ എ സി വർക്കായാലും കംപ്രസർ ഓഫ് ആകില്ല. അതാണ് അവിടെ ഒരു എ സിയുടെ കട്ട് ഓഫ് സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പകരം കംപ്രസറിൻ്റെ ആക്ഷൻ, അതായത് അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ ചെറിയ രീതിയിലാകുന്നു. അത് വേരിയൻ ടെക്നോളജി കാരണം അതിൻ്റെ കംപ്രസറിൻ്റെ റൊട്ടേഷൻ ചെറിയ രീതിയിലാകുന്നു. കൂടാതെ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ നിശ്ചിത അളവിൽ തന്നെ സ്റ്റേബിളായി നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇത് കാര്യം എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കംപ്രസിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റേബിളായി തന്നെ ആ ടെമ്പറേച്ചർ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്കൊരു 1000 അല്ലെങ്കിൽ 1050 വാട്ട് വേണ്ടി വരുന്നു. പിന്നീട് നമ്മൾ സെറ്റ് ചെയ്ത 24 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആ 100 മുതൽ 150 വാട്ടേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇത് കാരണം ഒരുപാട് ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ മോർ സേവിങ് തന്നെയാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ കംപ്രസർ എപ്പോഴും ഓഫും ഓണും ആകുന്നില്ല. ഒരിക്കൽ നമ്മുടെ ആ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ എത്തിയാൽ കംപ്രസറിൻ്റെ സ്പീഡ് കുറച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ സൗണ്ടും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ഫാസ്റ്റർ കൂളിംഗ്, ഹയർ RPM, മോർ സേവിങ്, അതുപോലെ വളരെ ക്വയറ്റായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻവെർട്ടർ എ സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഏത് എ സിയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് പരമ്പരാഗത എയർ കണ്ടീഷണറുകളുടെ, അതായത് സാധാരണ എ സി, അത് നമ്മൾ 2 മണിക്കൂർ വല്ലതും ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം, ഇപ്പം നമ്മൾ മലയാളികളിൽ പലരും ചിലപ്പോൾ 2-3 മണിക്കൂർ മാത്രമേ എ സി ഉപയോഗിക്കുകയുള്ളൂ അല്ലേ. അതായത് അങ്ങനെയുള്ള യൂസാണ് ഉള്ളതെങ്കിൽ നമുക്ക് സാധാരണ എ സിയാണ് നല്ലത്. അപ്പോൾ ഇൻവെർട്ടർ എ സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എങ്കിലും നമ്മൾ എന്താ പറയുക, ഏപ്രിൽ മെയ് മാസങ്ങൾ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ്യിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം 2-3 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് എപ്പോഴും സാധാരണ എ സിയാണ് നല്ലത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഷോപ്പിൽ, അല്ലെങ്കിൽ മാളിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ, പിന്നെ
സ്കൂളുകളിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഷോപ്പുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറോളം നമ്മൾ AC സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുന്നത് ഇൻവെർട്ടർ AC ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചുരുക്കമായ ഉപയോഗമേ ഉള്ളൂവെങ്കിൽ ഇപ്പോഴും നമുക്ക് നല്ലത് നോർമൽ AC തന്നെയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ AC ടെക്നീഷ്യനോട് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ കടയിൽ പോയാൽ, ഷോറൂമിൽ പോയാൽ ഒരുപക്ഷെ അവർ പറയും അത് ഇൻവെർട്ടർ AC ആണ് നല്ലതെന്ന് പറയും. അത് ശരിയുമാണ്. പക്ഷേ ഇങ്ങനെ കാര്യമുണ്ട്, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് മാത്രമേ ഈ 2 AC കളും വാങ്ങാവൂ. പക്ഷേ അതൊരു നിങ്ങൾക്ക് കോസ്റ്റ് ഒരു പ്രശ്നമല്ല, പിന്നെ മെയിൻ്റനൻസ് ഒരു പ്രശ്നമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇൻവെർട്ടർ AC ക്ക് തന്നെ പോകാം. പക്ഷേ അതിനൊരു പ്രശ്നമെന്ന് പറയുന്നത് ചില കമ്പനികൾ ഇതിൻ്റെ 5 വർഷ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാ കമ്പനികളും അതിൻ്റെ ബോർഡിനൊന്നും വാറണ്ടി കൊടുക്കുന്നില്ല. അതായത് ഇതിലുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ബോർഡ് 2 ഉണ്ട്. അതിലൊന്ന് കേടായാൽ തന്നെ ഏകദേശം 8500 രൂപയാണ് അതിൻ്റെ വില. അതുപോലെ സർവീസിനും നല്ല ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കൺസേൺ ഉണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ വ്യാപകമായിട്ട് ഈ ബോർഡിന് കംപ്ലൈൻ്റ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിലെ ബോർഡിന് PCBക്ക് പല കമ്പനികളും 5 വർഷ വാറണ്ടി തരുന്നുണ്ട്. യുറേക്ക ഫോബ്സൊക്കെ 5 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇൻവെർട്ടർ ACൻ്റെ തണുപ്പിക്കൽ ശേഷി പരമ്പരാഗത അല്ലെങ്കിൽ സാധാരണ എയർ കണ്ടീഷണറെ അപേക്ഷിച്ച് 1.7 മടങ്ങാണ്. ഇവയുടെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം 66% വരെ ലാഭമുണ്ട്. പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്തെ വൈദ്യുതിയുടെ അളവും പരമ്പരാഗത, അതായത് ഓൾഡ് AC അല്ലെങ്കിൽ നോർമൽ ACൻ്റെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ശബ്ദവും കുറവാണ്, ആയുസ്സും കൂടുതലാണ്. ഇതൊക്കെ പ്രത്യേകതകൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇൻവെർട്ടർ ACനെ സർവീസ് ചെയ്യാൻ പറ്റിയ ടെക്നീഷ്യന്മാരുടെ അഭാവമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ എല്ലാവരും പിക്ക് ചെയ്യുന്നുണ്ട്, എങ്കിലും നമുക്കിപ്പോഴും സാധാ ACൻ്റെ ആൾക്കാരെ മാത്രമേ കിട്ടാറുള്ളൂ. ഇൻവെർട്ടർ ACൻ്റെ ടെക്നീഷ്യന്മാരെ കിട്ടാൻ കുറവാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ സർവീസ് സെൻറ്ററിൽ തന്നെ പോകണം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലേഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ക്യാഷ് ഒരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെർട്ടർ ACക്ക് പോവുക. പിന്നെ നിങ്ങൾക്ക് ക്യാഷിന് കുറച്ച് പ്രശ്നമുണ്ട്, ഈ ACൻ്റെ ഉപയോഗം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധാ AC അല്ലെങ്കിൽ നമ്മുടെ നോൺ ഇൻവെർട്ടർ AC ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരോടും മറ്റും ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ.